എവർക്കും വിനീത് നമസ്കാരം. കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പാർലമെന്റ് മണ്ഡലങ്ങളിലൊന്നാണ് തൃശ്ശൂർ. സുരേഷ് ഗോപി ഇവിടെ സ്ഥാനാർത്ഥിയായ സമയം മുതൽക്കെയാണ് വലിയ രീതിയിലുള്ള പ്രചരണവുമായിട്ട് ഈ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തൃശ്ശൂര് എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ സമയത്ത് സുരേഷ് ഗോപിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് സുരേഷ് ഗോപിയുടെ ആരാധന കൂട്ടായ്മയായിട്ടുള്ള SG4 പാർലമെന്റ് എന്ന് പറയുന്ന പുതിയ ഒരു സംവിധാനം വ്യാപകമായിട്ട് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സേവന പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിയിരിക്കാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന് നേതൃത്വം നൽകുന്ന രാജശേഖർജി അടക്കമുള്ള കുറച്ച് ആളുകൾ ഇന്ന് വെള്ളാങ്കല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു സ്ഥലത്തിന്റെ പേരെന്താണ്, മനപ്പറമ്പ് എന്ന് പറയുന്ന പ്രദേശത്ത് സേവന പ്രവർത്തനങ്ങൾക്കായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. സാർ നമസ്കാരം. നമസ്കാരം. ഇങ്ങനെ ഒരു പരിപാടി സെറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? അത് നമ്മള് സുരേഷ് ഗോപി എന്ന വ്യക്തിയിലും ആകർഷണമായിട്ട് നമ്മൾ തുടങ്ങിയിട്ടുള്ള ഒരു സ്വതന്ത്ര കൂട്ടായ്മയാണത്. നമ്മള് ഇതിൽ ഏകദേശം ഇതിലൊരു 400ഓളം മെമ്പേഴ്സ് ഉണ്ട്. ഇത് ശ്രീ വേണുഗോപാലിന്റെ നേതൃത്വത്തിലും ഡോക്ടർ ഗായത്രിയുടെ നേതൃത്വത്തിലും ആണ് ഇത് പ്രവർത്തിച്ചു വരുന്നത്. അപ്പൊ നമ്മള് പാവങ്ങളിലേക്ക് ഇത് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ വിചാരിച്ചു, പാവങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ, സുരേഷ് ഗോപി സാറിന്റെ പേര് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മൾ അരി വിതരണം എന്ന അത് നല്ല ഒരു അരി ജനങ്ങളിലേക്ക്, പാവങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യമായിട്ടാണ്. ശരിക്കും ഞാനിവിടെ സഹായിക്കാമെന്നാണ്. ഇത് ഞങ്ങളുടെ സെക്രട്ടറി ഡോക്ടർ ഗായത്രി മാഡത്തിന്റെ മണ്ഡലമാണിത്. ഞാനും ഇവിടെ സഹായിക്കാൻ വളണ്ടിയേഴ്സ് എത്തിയിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ ശ്യാമ മാഡം എത്തിയിട്ടുണ്ട്. ഡോക്ടർ KC പ്രകാശിന്റെ വൈഫാണ് ശ്യാമ മാഡം. പിന്നെ ഗോപാലകൃഷ്ണൻ സാർ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇനി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ കൃഷ്ണമണി മാഡം വരുന്നുണ്ട്, മോഹൻകുമാർ ട്രഷറർ വന്നിട്ടുണ്ട്, അതുപോലെ PA അരവിന്ദാക്ഷൻ മേനോൻ സാർ വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തിയിട്ടുണ്ട് അവര്. നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ ഏകദേശം ഒരു 500 ആളുകളിലേക്ക് നമ്മൾ നല്ല അരി എത്തിക്കുക എന്നുള്ളതാണ്. 5 കിലോ അരി വെച്ചിട്ട് നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ്. 500 കുടുംബങ്ങൾക്ക് 5 കിലോ അരി വെച്ചിട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ഏറ്റെടുത്തുള്ള ദൗത്യം. ഇത് സുരേഷ് ഗോപി സാറിനെ എന്താ പറയാ മനസ്സിലാക്കുന്ന, ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ എത്തിക്കുക എന്നുള്ളതും കൂടിയാണ് ഞങ്ങളുടെ അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ എത്തിക്കുക കൂടി എന്നുകൂടി ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. ഇപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ഒരു സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു ഘട്ടത്തില് ഒരു മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്? തീർച്ചയായും. അതായത് ഇപ്പോ മൊത്തം ട്രെൻഡ് നിൽക്കുന്നത്, ഇപ്പൊ നമ്മൾ ഇതുവരെയുള്ള ട്രെൻഡ് ആണെങ്കിൽ, ഇപ്പൊ ഈ നിമിഷം വരെയുള്ള ട്രെൻഡ് ആണെങ്കിൽ സുരേഷ് ഗോപി സാർ ജയിക്കും എന്ന് തന്നെയാണ് എല്ലാ മണ്ഡലങ്ങളിലും. ഇപ്പൊ ഡ്രൈവർമാരാണെങ്കിലും, ഞാനിപ്പോ ഇന്നലെ ഞാൻ ലോറിയിൽ പോയപ്പോ ഡ്രൈവർമാരായിട്ടുള്ള അവർ പറഞ്ഞ ഡ്രൈവർമാരുടെ സംഘടന, അദ്ദേഹത്തിന് രാഷ്ട്രീയമില്ല, അദ്ദേഹം എന്നോട് പറഞ്ഞത് തീർച്ചയായിട്ടും ഈ ഞങ്ങൾ ഡ്രൈവർമാർ രാഷ്ട്രീയയിലാണ്, ഇപ്രാവശ്യം സുരേഷ് ഗോപി സാറിന് തന്നെയാണ് ഞങ്ങൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ പര്യടനത്തിൽ കണ്ടിട്ടുണ്ടോ, ജനങ്ങളുടെ മറ്റുള്ള സ്ഥാനാർത്ഥികളോടാണെങ്കിലും നമ്മൾ ആരും ഇവിടെ കുറ്റപ്പെടുത്തില്ല, പക്ഷെ മറ്റൊരു സ്ഥാനാർത്ഥികളാണെങ്കിലും സുരേഷ് ഗോപി സാറിന്റെ അടുത്താണെങ്കിലും ജനങ്ങളെ എങ്ങനെയാണ് ഇന്ററാക്ഷൻ നടത്തുന്നത്, എങ്ങനെയാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്, നമ്മൾ പല വീഡിയോ കൂടെയും ഒക്കെ കാണുന്നതാണ് നമ്മൾ സത്യമാണെങ്കിൽ. അപ്പൊ അദ്ദേഹം ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂർക്കാർ ചെയ്ത ഒരു അബദ്ധം ഇപ്രാവശ്യം തൃശ്ശൂർക്കാർ എന്തായാലും തിരുത്തിയിരിക്കും. അത് ജാതി മത ഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ ഇപ്രാവശ്യം സുരേഷ് ഗോപി സാറിന് വേണ്ടി തന്നെ ആൾക്കാർ പലരും പുറത്തു വിടുന്നുണ്ടാവില്ല. പക്ഷെ എന്നാലും സുരേഷ് ഗോപി സാർ തന്നെയാണ് ജനങ്ങളുടെ മനസ്സിൽ എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. മറ്റുള്ള എല്ലാ നിങ്ങൾക്ക് സാധാരണക്കാരിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. മാഡം നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു? ശ്യാമ. ഇങ്ങനൊരു പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങാനുള്ള സാഹചര്യം എന്തായിരുന്നു? എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ സുരേഷ് ഗോപി സാറിന്റെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടപ്പം മനസ്സിലായി ഇങ്ങനത്തെ ഒരാളെയാ നമുക്ക് വേണ്ടതെന്ന്. അദ്ദേഹം ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇത്തവണ? 100%. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താ? ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങി നമുക്ക് ആര് വേണമെന്ന്. ഈ കഴിഞ്ഞൊരു 5 വർഷത്തെ ഇവിടുത്തെ MP ഉണ്ടല്ലോ, TN പ്രതാപൻ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ പറ്റി എന്താ അഭിപ്രായം? പ്രത്യേകിച്ചൊരു അഭിപ്രായം എനിക്ക് അറിയില്ല അതിനെ പറ്റിയൊന്നും നടക്കാത്തതുകൊണ്ട് ഇപ്പൊ നല്ലൊരാളെ കണ്ടപ്പോ തോന്നി ഇങ്ങേർക്ക് വേണ്ടി ചെയ്യാന്ന്. സാറേ നമസ്കാരം. എന്താണ് ഇങ്ങനെ ഒരു സുരേഷ് ഗോപി ഒരു സിനിമാ നടനായിട്ടല്ല ഞാൻ കാണുന്നത്. കാരണം വെച്ചാൽ നല്ലൊരു വ്യക്തിപരമായ ഒരാളാണ് അദ്ദേഹം. പാവങ്ങൾക്ക് സഹായങ്ങളും ചെയ്യുന്നു. അങ്ങനെ ഒരാള് നമ്മുടെ തൃശ്ശൂർ മണ്ഡലത്തിൽ വന്ന് ജയിപ്പിക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. അതിനു വേണ്ടി തിരിച്ചിരിക്കുകയാണ് ഞാൻ. ഇപ്പോ കഴിഞ്ഞൊരു 5 വർഷത്തെ TN പ്രതാപൻ MPയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എനിക്കൊരു രാഷ്ട്രീയമായിട്ടൊന്നും പറയാനില്ല. പക്ഷെ സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിക്കാൻ എന്നും തയ്യാറാണ്. TN പ്രതാപനെ പറ്റി നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അധികം ഭരിച്ചിരുന്നു, പക്ഷെ നമുക്ക് അതിന് വേണ്ട ആനുകൂല്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പഴയ തൃശ്ശൂർ തന്നെ ഇന്നും തൃശ്ശൂർ തന്നെ. പക്ഷെ തൃശ്ശൂർക്ക് ഒരു മാറ്റം വരണമെങ്കിൽ സുരേഷ് ഗോപി വരണം. ഇപ്പോ ഈ നമ്മള്
ഇങ്ങനെ ഒരു അരി വിതരണം പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് പാവപ്പെട്ട മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ ആളുകൾ ഒരു വോട്ട് പിടുത്തത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു ആരോപണം ഞങ്ങൾ വോട്ട് പിടുത്തത്തിന് വേണ്ടിയിട്ട് ചെയ്യാനല്ല, ഞങ്ങള് അങ്ങൊരു വേണ്ടി നല്ല കാര്യത്തിന് വേണ്ടി പുതിയൊരു മാറ്റത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. അതുകൊണ്ട് വോട്ട് പിടുത്തത്തിന് വേണ്ടി സഹായിക്കണമല്ല. അയാൾ വന്നു കഴിഞ്ഞാൽ പല മാറ്റങ്ങളും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഒരു മാറ്റം വരണം തൃശ്ശൂർ. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ എന്താ എടുക്കുന്നത്? ഞാൻ സുരേഷ് ഗോപിയെ കാണാൻ വേണ്ടി വന്നതാണ്. സുരേഷ് ഗോപിയെ എന്തിനാ കാണുന്നത്? ഞാൻ ആക്ച്വലി ബേസിക്കലി ഞാൻ ബോംബെയിൽ സെറ്റിൽഡാണ്. ബോംബെയിലാണ് ഉള്ളത്. എൻ്റെ വോട്ടെല്ലാം ബോംബെയിലാണ്. മലയാളി തന്നെയാണ്. പക്ഷേ സുരേഷ് ഗോപിനെ കുറേ കാലമായിട്ട് പിന്തുടരുന്നതിൻ്റെ ഭാഗമായിട്ടും ബി ജെ പിനെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് കാണാൻ വേണ്ടി വന്നതാണ്. സുരേഷ് ഗോപി തൃശ്ശൂർ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല? തീർച്ചയായിട്ടും സുരേഷ് ഗോപിയുടെ ഈ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾ, കഴിഞ്ഞ 5 വർഷം മുന്നേ അദ്ദേഹം മത്സരിച്ച സമയം മുതലുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ജയിക്കുന്നത് തന്നെയാണ് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. അദ്ദേഹം ചെയ്യുന്നത് സേവന പ്രവർത്തനങ്ങളല്ലേ? സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന്റെ പേരിൽ നാട്ടുകാർ വോട്ട് ചെയ്യുന്നു തോന്നുന്നുണ്ടോ? സേവനം മാത്രമല്ല അദ്ദേഹം ചെയ്യുന്നത്. ഒരു പൊതുപ്രവർത്തകൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതിന്റെ പേരിലാണ് അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നതും അദ്ദേഹം ജയിക്കാനുള്ള സാധ്യതയും നമ്മുടെ മുന്നിൽ കാണുന്നത്. മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ LDF-ഉം UDF-ഉം ഇതിലെ പ്രധാനപ്പെട്ട 2 വ്യക്തികൾ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഇടതുപക്ഷത്തിന് പ്രഖ്യാപിച്ചിട്ടുണ്ട്, UDF-നെ മാത്രമേ പ്രഖ്യാപിക്കാനുള്ളൂ. ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം നടക്കാൻ പോവുകയാണ്. മതന്യൂനപക്ഷങ്ങൾ BJP വോട്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വോട്ടില്ല. അങ്ങനെ ഒരു വോട്ടാക്കി മാറ്റിയിരിക്കുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യമാണ്. അതിനെ മറികടക്കുന്ന ഒരു രീതിയായിരിക്കും ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ്. സംഘടിതമായിട്ട് ന്യൂനപക്ഷങ്ങൾ BJP-ക്കെതിരെ വോട്ട് ചെയ്താണ് ശീലം വർഷങ്ങളായിട്ട് കേരളത്തിൽ. പുറത്തും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ തവണ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരുപാട് ന്യൂനപക്ഷങ്ങൾക്ക് ഏകദേശം ഒരു 4.5 അല്ലെങ്കിൽ ഒരു 5 ലക്ഷത്തോളം വോട്ടുണ്ട്. ഈ വോട്ട് ഒന്നിച്ച് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ പാർട്ടിയിലെ വിജയിക്കുള്ളൂ. അത് പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മളിന്ന് എത്തി നിൽക്കുന്നത് 2024 ആ 2024 എത്തി നിൽക്കുന്ന ജനതയെ പറ്റി പഠിക്കണം ആദ്യം. 2024 എത്തി നിൽക്കുന്ന ഈ സമയത്താണ് ഇസ്ലാമിക തീവ്രവാദം ഏറ്റവും കൂടുതൽ കേരളത്തിൽ നടക്കുന്നത്. ക്രിസ്ത്യൻ മതപരിവർത്തനം നടക്കുന്നത്. ഇവിടെ മതഭ്രാന്തന്മാരായിട്ടുള്ള ആളുകൾ സുരേഷ് ഗോപിക്കെതിരെ വോട്ട് ചെയ്യില്ല. മതഭ്രാന്തന്മാരായിട്ടുള്ള ആൾക്കാർ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതല്ലാത്ത ജനങ്ങളൊരു വിഭാഗമുണ്ട്. ആ ജനങ്ങളുടെ വോട്ട് കിട്ടിയാൽ തന്നെ മാത്രമാണ് ജയിക്കാവുന്ന സാധ്യതയുള്ളൂ. എന്ന് മാത്രമല്ല ഇവിടെ 3 സ്ഥാനാർത്ഥികൾ പ്രധാനമായിട്ടുണ്ട്. UDF ആയിക്കോട്ടെ, LDF ആയിക്കോട്ടെ, BJP-യുടെ ഭാഗമായിട്ട് സുരേഷ് ഗോപി ആയിക്കോട്ടെ. ഈ 2 വിഭാഗം, UDF ആയിക്കോട്ടെ, LDF ആയിട്ട് അവർ പ്രവർത്തിക്കുന്നത് അവരുടെ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ്. സുരേഷ് ഗോപി പ്രവർത്തിക്കുന്നത് BJP-ക്ക് വേണ്ടിയിട്ട് എന്നുള്ളൊരു പ്രസ്താവന പറയുന്നില്ല. BJP പ്രവർത്തിക്കുന്നതും രാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ്. ഇതെല്ലാം കാണുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ നല്ലൊരു ശതമാനം വരുന്ന പുതിയ തലമുറ വോട്ട് മാറ്റിക്കുത്തും. അവരെല്ലാം വിദ്യാഭ്യാസം നേടിയവരാണ്. രാജ്യത്ത് നടക്കുന്ന മാറ്റങ്ങൾ അവർ തിരിച്ചറിഞ്ഞിരിക്കും. ആ തിരിച്ചറിയുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വോട്ട് തീർച്ചയായിട്ടും അനുകൂലമായിട്ട് മാറും. അത് വെറും ഒരു സുരേഷ് ഗോപി എന്ന വ്യക്തിക്കല്ല, സുരേഷ് ഗോപി എന്ന പ്രവർത്തകന് വേണ്ടി കൊടുക്കുന്ന വോട്ടായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ കേരളത്തിലല്ല, ഞാൻ കാര്യങ്ങൾ 10-40 വർഷമായിട്ട് ബോംബെയിലുള്ളതാണ്. ബോംബെയിൽ നിന്നുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഉറപ്പായിട്ടും സുരേഷ് ഗോപി തൃശ്ശൂർ വിജയിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും സുരേഷ് ചേട്ടന് ഈ പറയുന്ന പോലെ സുരേഷ് ഗോപിയിലാണോ പ്രതീക്ഷ? സുരേഷ് ഗോപിയുടെ വ്യക്തിത്വത്തിലാണോ പ്രതീക്ഷ? BJP-യുടെ പ്രവർത്തകരിലും കാര്യകർത്താക്കളിലാണോ പ്രതീക്ഷ? BJP-യുടെ കാര്യപ്രവർത്തകരും സുരേഷ് ഗോപിയും കൂടി ചേരുമ്പോഴാണ് ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്. അതല്ലാതെ ഒരു വ്യക്തി എന്നൊക്കെ ഒന്നുമില്ല. കാരണം 2014 1,02,000 വോട്ടാണ് തൃശ്ശൂർ BJP നേടിയത്. സുരേഷ് ഗോപി വന്ന സമയത്താണ് അത് 2,93,000 വോട്ടായത്. ഈ സുരേഷ് ഗോപിയെ മാത്രം ലക്ഷ്യം ആളൊരു വ്യക്തിത്വം തന്നെയാണോ BJP-യുടെ ഒരു വിജയം എന്നുള്ള നിലക്ക് കാണുന്നത്? ഒരു വ്യക്തിയുടെ വ്യക്തിത്വം തീർച്ചയായിട്ടും എല്ലാ കാലഘട്ടത്തിലും, എല്ലാ സമയങ്ങളിലും, എല്ലാ പ്രവൃത്തിയിലും പ്രതിഫലിച്ചിരിക്കും. ആ പ്രതിഫലത്തിനോടൊപ്പം തന്നെ പ്രസ്ഥാനം കൂടെ നിൽക്കുമ്പോഴാണ് ആ വിജയത്തിലേക്ക് എത്തുന്നത്. പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ത്യയിൽ BJP-യുടെ പ്രവർത്തനവും മോദിജിയുടെ പ്രവർത്തനവും കണ്ടു കഴിഞ്ഞാൽ തന്നെ ജനങ്ങൾ വോട്ട് ചെയ്യാതിരിക്കുന്ന പ്രശ്നം വരുന്നില്ല. അതിനോടൊപ്പം തന്നെ സുരേഷ് ഗോപി എന്ന വ്യക്തി പ്രസ്ഥാനത്തിന് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയിട്ടും രാഷ്ട്രത്തിനു വേണ്ടി നിലകൊള്ളുന്നത് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന 6 വർഷത്തെ രാജ്യസഭാ മെമ്പർഷിപ്പ് സമയത്തും അദ്ദേഹം ചെയ്ത പ്രവൃത്തി നമ്മൾ കണ്ടതാണ്. അത് തീർച്ചയായിട്ടും യാതൊരു സംശയമില്ല. എനിക്കൊരു സംശയമില്ല.